ഹലോ ഗൈസ്, നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിംഗ് ബർത്ത്ഡേ വീഡിയോ കണ്ടാലോ. ആൻമനെ ഞങ്ങളുടെ പുതിയ റൂംമേറ്റ് ആണ്. അവളുടെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ ഇന്നലെയാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നൈറ്റ് അവൾ ഉറങ്ങിയില്ല എന്നൊക്കെ നോക്കി, പക്ഷെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അതിന് മുമ്പേ തന്നെ കേക്കൊക്കെ മേടിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഒരു 12 ആവാൻ ഒരു 10 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ബിഫോർ ഞങ്ങൾ പോയിട്ട് ഫ്രീസറിൽ നിന്ന് കേക്ക് എടുത്തു. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് ഭയങ്കരമായിട്ട് ഫ്രീസായിപ്പോയി. ഞങ്ങൾ നേരത്തെ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് പോകുന്നതുകൊണ്ട് അവൾക്ക് ഒരു ചെറിയ ഡൗട്ടൊക്കെ വന്നായിരുന്നു. എന്നാലും മാക്സിമം ഡൗട്ട് എടുപ്പിക്കാത്ത രീതിയിൽ ഞങ്ങൾ കേക്ക് എടുക്കാൻ പോയി. ഇപ്പൊ ടൈം എത്രയായി? ഗൈസ്, പണി പാളി, മെഴുകുതിരി കത്തിയിട്ട് നിൽക്കുന്നില്ല. പന്ത്രണ്ടായിരം ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഗൈസ്, കേക്ക് ഇച്ചിരി കൂടുതൽ ഫ്രീസ് ആയിപ്പോയി. നമ്മൾ ഇത്ര അരിച്ചോണ്ടിരിക്കുകയാണ്. അവൾ ഉറങ്ങിയോ? ഈ ഒരു ക്യാൻഡിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. എത്ര തവണ കത്തിച്ചാലും അത് ശരിക്കും കത്തി നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ നമുക്ക് ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പോകാനായിട്ടുള്ള എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. കേക്കും കത്തിയും ക്യാൻഡിലും എല്ലാം ആയിട്ട് ഞങ്ങൾ പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ക്യാൻഡിൽ കിട്ടും. അപ്പോഴാണ് തലയിൽ ബുദ്ധി ഉദിക്കുന്നത്. ഗൈസ്, ക്യാൻഡിൽ റൂമിൻ്റെ അടുത്ത് എത്തുമ്പോൾ കത്തിച്ചാൽ പോരെ, അത്രയും ബോധം പോലും ഞങ്ങൾക്ക് വരുന്നില്ല. എല്ലാവരും സർപ്രൈസ് കൊടുക്കണമല്ലോ എന്നുള്ളൊരു വൈബിൽ നിൽക്കുമായിരുന്നു. ഗൈസ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാൻഡിൽ കിട്ടുമായിരിക്കും ഫാൻ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് കയറി. അങ്ങനെ ഫാൻ്റെ സ്വിച്ച് ചെയ്താൽ ലൈറ്റിൻ്റെ സ്വിച്ച് ചെയ്താൽ അതിൻ്റെ ഫുള്ള് മാറിപ്പോവായിരുന്നു. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ശരിക്കും ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ക്യാൻഡിൽ ആദ്യം കൊണ്ടുപോയിട്ട് ഗിഫ്റ്റ് ഒന്നുമില്ല, കേക്കൊന്നുമില്ല, നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ല. അതുകൊണ്ട് കേക്ക് നമുക്ക് മുറിക്കാൻ പറ്റാതെ ക്യാൻഡിൽ മാത്രം ജസ്റ്റ് ബ്ലോ ചെയ്ത് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ അവൾ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് കേക്ക് അതിൻ്റെ തൊട്ട് പുറകെ പോയി. പക്ഷെ നമ്മൾ പ്ലാൻ വർക്കൗട്ട് ആയില്ല. പക്ഷെ എന്തായാലും അവൾ ഹാപ്പി ആയിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അന്നക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ. അവളെന്തോ അഗാധമായി പ്രാർത്ഥിക്കുന്നു. ഗൈസ്, ചെറുതായിട്ടൊരു പണി പാളി, അത് ഫ്രീസായി പോയി. എന്റെ കൂടെ പിടിച്ചു നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ ഇത് കട്ടയായിരിക്കും. ആരാ കൂട്ടത്തിൽ ഏറ്റവും മൂത്തത്? എടി, നിന്റെ പുറത്തോട്ട് എടി, നീ ആദ്യം ഒന്നും പറഞ്ഞ ഞാനിത് എങ്ങനെ മുറിക്കും? ബർത്ത്ഡേ ഗേൾ അല്ല, ഞാൻ വലിയ എപ്പിസോഡ്.
നിങ്ങളെ വീഡിയോ കാണുമ്പോൾ അവൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടൊന്നും തോന്നില്ല, പക്ഷെ പുള്ളിക്കാരി ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു. ഞങ്ങൾ കേക്ക് തരുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൾ ശരിക്കും. ഞങ്ങളുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാനാണ്. ചെറുക്കായിട്ട് ഇവിടെ അടി നടക്കുകയാണ്. ഞാൻ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ചെറിയൊക്കെ എടുത്തു, പക്ഷേ ഞാൻ സ്നേഹം കൊണ്ട് ഞാൻ അവൾക്കൊന്ന് കുറച്ച് കൊടുത്തതാണ്. പക്ഷെ അവൾ എൻ്റെ ചെറിയ മുഴുവൻ കഴിച്ചിട്ടെടുത്തു. എടി അത് മുഴുവൻ തിന്നാതെടി ആണ്ട് കൈസ് എൻ്റെ ചെറിയ അവളെ തിന്നു തീർത്തു. അയ്യോ ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ അന്നക്കുട്ടി എന്നായിരുന്നേ. നമ്മളതെല്ലാം കട്ട് ചെയ്ത് പോയി. ആ വലിയ പീസ് ആർക്കാ? ഈ മഹാത്തിക്ക്.